ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മുൻ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് സില പരിഷത്ത് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ? സിംഗ്വി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ബൽവന്തറായ് മേത്ത കമ്മിറ്റി, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിനകത്ത് സില പരിഷത്തുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ ഉള്ള പ്ലാനിങ് വന്ന കമ്മിറ്റി ഏതാണെന്നാണ് ആൻസർ. അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ മുൻകൈ എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 40 ആണ്. ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രധാന കമ്മിറ്റികളാണ് ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി എന്നിവ. 1957 നിയമിതമായ ബൽവന്തറായ് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ശുപാർശ ചെയ്തത്. ത്രിതല പഞ്ചായത്ത് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി അഥവാ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പരിഷത്ത് ചെയർമാനായി ജില്ലാ കളക്ടറെയും ശുപാർശ ചെയ്തു. ഏതാണ്? 1957 ബൽവന്തറായ് മേത്ത കമ്മിറ്റി. അടുത്തത് 1977 നിയമിതമായ അശോക് മേത്ത കമ്മിറ്റി ദ്വിതല സംവിധാനമാണ് ശുപാർശ ചെയ്തത്. ദ്വിതല സംവിധാനത്തിൽ ജില്ലാ പരിഷത്ത്, മണ്ഡൽ പഞ്ചായത്ത് എന്നിവ. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേരുന്ന സംവിധാനമായിരുന്നു മണ്ഡൽ പഞ്ചായത്ത്. ആസൂത്രണ കമ്മീഷൻ 1985 നിയമിച്ച GVK റാവു കമ്മിറ്റി അധികാര വികേന്ദ്രീകരണത്തിലെ ഏറ്റവും പ്രധാന ഘടകമായി ജില്ലാ പരിഷത്തിനെ നിശ്ചയിച്ചു. 1986 നിയമിച്ച LM സിംഗ്വി കമ്മിറ്റി പഞ്ചായത്തി രാജ് സംവിധാനത്തിന് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചു. 1957 ബൽവന്തറായ് മേത്ത കമ്മിറ്റി, 1977 അശോക് മേത്ത കമ്മിറ്റി, 1985 GVK റാവു കമ്മിറ്റി, 1986 LM സിംഗ്വി കമ്മിറ്റി. ഇനി ഒരു കമ്മിറ്റി ഉണ്ട്, 1989 PK തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 73ാം ഭേദഗതി നിലവിൽ വരുന്നത്. എന്നായിരുന്നു? 1992 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് നിയമം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അപ്പൊ ഇത്രയും പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ? ഓരോ കമ്മിറ്റികളും അതിന്റെ വർഷങ്ങളും അതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെ, ഏത് ലെവലിലാണ് ആ ഒരു പ്ലാനിങ്. ഇപ്പൊ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ബൽവന്തറായ് മേത്ത കമ്മിറ്റി, ദ്വിതല പഞ്ചായത്ത് പറയുമ്പോൾ അശോക് മേത്ത കമ്മിറ്റി, വർഷം, ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് ദ ലാർജസ്റ്റ് സേക്രഡ് ഗ്രോവ് ഇൻ കേരള സ്റ്റേറ്റ് ഈസ് പനച്ചിക്കാട് കാവ്, വള്ളിക്കാവ്, ഇരിങ്ങോൾക്കാവ്, കുളത്തൂർക്കാവ്. ലാർജസ്റ്റ് സേക്രഡ് ഗ്രൂവ് ഇൻ കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരിങ്ങോൾക്കാവാണ്. എറണാകുളം ജില്ലയിലാണ് ഇരിങ്ങോൾക്കാവ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. വിശുദ്ധ വനങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന കാവുകൾ ജൈവ വൈവിധ്യത്തിന്റെ ചെറുമാതൃകകളാണ്. നിത്യഹരിത വനങ്ങളുടെ അവശിഷ്ടങ്ങളായും കാവുകളെ കരുതിപ്പോരുന്നു. വിശുദ്ധ വനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? കാവുകളെയാണ്. ദേവതാ സങ്കല്പമുള്ള മരക്കൂട്ടങ്ങളെയാണ് കാവുകൾ എന്ന് വിളിക്കുന്നത്. മുച്ചിലോട്ട്, കണ്ണങ്കാട്, മുണ്ടിയ, പള്ളിയറ എന്നീ പേരുകളിലും ഉത്തര കേരളത്തിൽ കാവുകൾ അറിയപ്പെടുന്നു. തെക്കൻ മലബാറിലെ കാവുകളിൽ വർഷം തോറും നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. ഇപ്പൊ തിറയാട്ടം എന്ന് പറയുന്നത് തെക്കൻ മലബാറിലാണ് കാണപ്പെടുന്നത്, തിറയാട്ടം. ഉത്തര കേരളത്തിലെ കാവുകളെ പറ്റി ഈ ഉണ്ണികൃഷ്ണൻ രചിച്ച കൃതിയാണ് ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ ആരുടെ കൃതിയാണ്? ഈ ഉണ്ണികൃഷ്ണന്റെ കൃതിയാണ്. ഈ ഉണ്ണികൃഷ്ണന്റെ കൃതിയാണ് ഉത്തര കേരളത്തിലെ വനങ്ങൾ, വിശുദ്ധ വനങ്ങൾ. പ്രസിദ്ധമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിന് സമീപമാണ് ചാമക്കാവ്. കേരളത്തിലെ ഏറ്റവും വലിയ കാവായ ഇരിങ്ങോൾക്കാവ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിലെ ഏറ്റവും വലിയ കാവായ ഇരിങ്ങോൾ കാവ് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, an American citizen staying in India cannot claim right. Freedom of trade and profession, Article 19. Equality before law and equal protection of law, Article 14. Protection of life and personal liberty, Article 21. Protection in respect of Convention of Offences, Article 20. Equality of opportunity in matters of public employment, Article 16. Select the correct answer. 1 only, 2 and 4 only, 1 and 5 only, all the above. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പൗരന്മാർക്ക്, വിദേശികൾക്ക് നമുക്ക് പൗരന്മാർക്ക് കുറച്ച് എന്തുണ്ട്, മൗലിക അവകാശങ്ങളുണ്ടല്ലോ. അതിനകത്ത് വിദേശികൾക്ക് പിന്നെ ഇല്ലാത്ത അവകാശങ്ങൾ ഉണ്ട്, നമുക്കുണ്ട്, ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ ആർട്ടിക്കിൾ ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഇത്രയും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളാണ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വൺ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 രണ്ടുപേർക്കും ഉണ്ട്, ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ഉള്ളതാണ്. ആർട്ടിക്കിൾ 21 ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ഉള്ളതാണ്. ആർട്ടിക്കിൾ 20 ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ഉള്ളതാണ്. ആർട്ടിക്കിൾ 16 എന്തില്ല, വിദേശികൾക്കില്ല. അപ്പോൾ ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 16 വിദേശികൾക്കില്ല. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്, an American citizen staying in India cannot claim the right. ആർട്ടിക്കിൾ 19 പറ്റത്തില്ല, ആർട്ടിക്കിൾ 16 വഴിയും പറ്റത്തില്ല. ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് അല്ലേ. അത് ആർക്കില്ല, ഈ മൗലിക സ്വാതന്ത്ര്യങ്ങളെല്ലാം ഈ നമ്മുടെ വിദേശികൾക്കില്ല. പിന്നെ ആർട്ടിക്കിൾ 16 എന്ന് വെച്ചാൽ അവസര സമത്വമാണ്, അതും നമ്മുടെ വിദേശികളായിട്ടുള്ള പൗരന്മാർക്ക് ഇല്ല. അപ്പോൾ ആൻസർ 1 and 5 ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കപ്പെടുന്നവയാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കപ്പെടുന്നവയാണ് ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉൾക്കൊള്ളുന്നത്. അനുച്ഛേദം 21 എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്താണ്? 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് 21 എന്ന് പറയുന്നത്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്ന മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 21. ഇതാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ. മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായത് എന്നാണ് ഈ അനുച്ഛേദം അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളിൽ നിന്ന് വെച്ച് ഏറ്റവും മൗലികമായത് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യയിലുള്ള പൗരന്മാർക്കും അല്ലാത്തവർക്കും ബാധകമായ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ അനുച്ഛേദമാണിത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 19(1). 19 എന്ന് പറഞ്ഞാൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അതിനകത്ത് ഒന്ന് എന്താണ്? ഇഷ്ടമുള്ള ജോലി ചെയ്യാനും സ്വന്തമായി കച്ചവടം, വ്യവസായം തുടങ്ങുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ അവകാശം നൽകുന്നു. അറിയുവാനുള്ള അവകാശം, വിവരാവകാശം എന്നിവ അനുച്ഛേദം 19(1) പരിധിയിൽപ്പെടുന്ന അവകാശങ്ങളായിട്ടാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19. അപ്പോൾ പൗരന്മാർക്ക്, വിദേശികളായിട്ടുള്ളവർക്ക് ഇല്ലാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്, അവകാശങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് മാത്രം, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, 30. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമർനാഥ് ടെമ്പിൾ, ചരാർ ഇ ഷെരീഫ് ആൻഡ് Vaishnav Devi temple are some of the famous pilgrimages situated in which Himalayas? Kashmir Himalayas, Himachal Himalayas, Darjeeling Himalayas, Arunachal Himalayas. Vaishnav Devi temple, Amarnath temple, പിന്നെ ഏതായിരുന്നു? ചരാർ ഇ ഷെരീഫ്. ഇതൊക്കെ എവിടെയാണ്, ഏത് ഹിമാലയത്തിലാണെന്നുള്ളതാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് കേട്ടോ, കാശ്മീർ ഹിമാലയം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്ന രീതിയിൽ ഹിമാലയ ഭാഗത്തെ 6 മേഖലകളായി തിരിക്കാറുണ്ട്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, കുമയൂൺ ഹിമാലയം, സെൻട്രൽ ആൻഡ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, പൂർവാചൽ ഹിമാലയം എന്നിങ്ങനെ.
ഇന്ത്യയിൽ ഏറ്റവും അധികം ഹിമാനികൾ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയം ഭാഗത്താണ്. പീർപഞ്ചൽ മലനിര കാശ്മീർ ഹിമാലയത്തിലാണ്. ഹിമാനികൾ മഞ്ഞുമൂടിയ കൊടുമുടികൾ, ആഴമുള്ള താഴ്വരകൾ, ഉയരത്തിലുള്ള മലമ്പാതകൾ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ. കാശ്മീർ ഹിമാലയത്തിന്റെ താഴ്വരകൾ കരേവ എന്നറിയപ്പെടുന്ന പ്രത്യേക ഇനം മണ്ണ് പ്രസിദ്ധമാണ്. അപ്പൊ കരേവ എന്ന മണ്ണ് കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. ചെളി, കളിമണ്ണ്, മണൽ എന്നിവ കൂടിച്ചേർന്നുള്ള വിശേഷ ഇനം മണ്ണാണ് കരേവ. ചെളി, കളിമണ്ണ്, മണൽ എന്നിവ ചേർന്നിട്ടുള്ള വിശേഷ ഇനം മണ്ണാണ് കരേവ. കുങ്കുമത്തിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കരേവ മണ്ണ്. കൂടാതെ പഴവർഗ്ഗങ്ങളായ ആപ്പിൾ, പീച്ച്, ആൽമണ്ട്, വാൽനട്ട് എന്നിവയുടെ കൃഷിക്കും ഈ മണ്ണ് അനുയോജ്യമാണ്. അപ്പോൾ കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കരേവ മണ്ണ് കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. ചെളി, കളിമണ്ണ്, മണൽ എന്നിവയുടെ എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു വിശേഷ ഇനം മണ്ണാണ് കരേവ മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ആർട്ടിക്കിൾ 352 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? President can proclaim national emergency under Article 352. President can proclaim national emergency only after receiving a written recommendation from the Cabinet. As per Article 352, national emergency is also known as President's rule. During national emergency, our federal constitution will be converted into a unitary one. So 1, 2 and 3 are correct. Only 2, 3, 4 are correct. Only 1, 2, 4 are correct. All the above are correct. അപ്പോൾ ആൻസർ സി ആണ്. നോക്കാം എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 352 നമുക്കറിയാം നാഷണൽ എമർജൻസി ആയിട്ടുള്ളതാണ്. പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലെയിം നാഷണൽ എമർജൻസി അണ്ടർ 352 എന്നുള്ളത് ശരിയാണ്. അടുത്തത് 2 ശരിയാണെന്ന് പറയുന്നത്. പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലെയിം നാഷണൽ എമർജൻസി ഓൺലി ആഫ്റ്റർ റിസീവിംഗ് എ റിട്ടൺ റെക്കമെൻഡേഷൻ ഫ്രം ദ ക്യാബിനറ്റ്. Then next one is 4. During national emergency, our federal constitution will be converted into a unitary one. അപ്പോൾ ഫെഡറൽ സംവിധാനമൊക്കെ മാറിയിട്ട് പിന്നെ എന്താണ് യൂണിറ്ററി ആയിട്ട് മാറത്തില്ലേ? അപ്പോൾ ആൻസർ 1, 2 ആൻഡ് 4 ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ദേശീയ അടിയന്തരാവസ്ഥ അഥവാ നാഷണൽ എമർജൻസി എന്നറിയപ്പെടുന്നതാണ് അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് യുദ്ധമോ പുറത്തു നിന്നുള്ള ആക്രമണമോ ആന്തരിക വിപ്ലവമോ ഉണ്ടെന്ന് ബോധ്യമായാൽ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പാർലമെന്റ് 2 മാസത്തിനകം ഈ പ്രഖ്യാപനത്തെ അംഗീകരിക്കണം. 2 മാസത്തിനകം പാർലമെന്റ് ഈ പ്രഖ്യാപനത്തെ അംഗീകരിക്കണം. ഫെഡറൽ സമ്പ്രദായം പാടെ നിലയ്ക്കും എന്നതാണ് അനുച്ഛേദം 350 പ്രകാരം അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം. ഫെഡറൽ സമ്പ്രദായം എന്ത് ചെയ്യും? നിലയ്ക്കും. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും നോക്കി. ഇനി ബാക്കി 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.